ഹലോ കൂട്ടുകാരെ, വീട്ടിൽ തന്നെ എയർ ഡ്രൈ ക്ലേ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മൈദയോ കോൺഫ്ലോർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ കപ്പിന് ഒരു 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ശേഷം അതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ള കളറുള്ള ഏതെങ്കിലും ഒരു പശയാണ്. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ക്യാംലിൻ്റെ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. വെള്ള കളറുള്ള ഗ്ലൂ ആണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ക്ലേ വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളറ് വൈറ്റ് തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള വർക്ക്സ് അതുകൊണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 1 സ്പൂണ് ഗ്ലൂ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്, അല്ലെങ്കിൽ വിനീഗർ. അത് നമ്മൾ 1 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലേ കേടുകൂടാതെ കുറച്ചധികം കാലം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വിനീഗർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു സാധനം ഷാമ്പു ആണ്. വൈറ്റ് കളറുള്ള ഷാമ്പു എടുക്കാൻ നോക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതിൻ്റെ കളർ ക്ലേയുടെ കളർ മാറിപ്പോകാതിരിക്കാനാണ് ഈ വൈറ്റ് കളറിന് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണ് ഷാമ്പു മാത്രമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ക്ലേ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അരിപ്പൊടി, അതേപോലെ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ, ഏതെങ്കിലും ഒരു വൈറ്റ് ഷാമ്പു, പിന്നെ 1 സ്പൂണ് വിനാഗിരി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അങ്ങോട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്സിങ് തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഫെവിക്കോള് ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റാക്കി കൊണ്ടുവരുന്നത് കേട്ടോ. ഷാമ്പുവും അതേപോലെ തന്നെ ഫെവിക്കോളും ആഡ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ക്ലേയുടെ ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. നന്നായിട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഷാമ്പുവും അതേപോലെ തന്നെ ഫെവിക്കോളും ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. സ്റ്റെപ്പായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ക്ലേ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഒരു 2 സ്പൂണ് നമ്മുടെ ഫെവിക്കോളും 3-3.5 സ്പൂണ് ഷാമ്പു ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ ഇത്രയും ഒരു ക്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ അത് പോന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊടി പാത്രത്തിൽ നിന്നൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഫെവിക്കോൾ, ഞാൻ രണ്ടാമതായിട്ട് ഫെവിക്കോൾ ആഡ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഫസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത്തെ സ്പൂണ് ഫെവിക്കോൾ ആഡ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് നല്ല ഹാർഡായിരിക്കും, നമ്മുടെ ക്ലേ നല്ല ഹാർഡായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ സോഫ്റ്റൻ ചെയ്യുന്നത് ഷാമ്പു ഒഴിച്ച് കൊടുത്തിട്ടാണ്. നമുക്ക് പലതരത്തിലുള്ള ആർട്ട് വർക്ക്സ് ക്ലേ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലേ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെറിയ പിള്ളേർക്ക് വരെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ക്ലേ വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടായിരിക്കും. നമ്മൾ കൂട്ടുകാരൊക്കെ ക്ലേ വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ക്ലേ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ റോൾ ചെയ്തിട്ടും ബെൻഡ് ചെയ്തിട്ടൊക്കെ നോക്കും. നമുക്ക് ക്രാക്സ് ഒന്നും അവിടെ കാണില്ലെങ്കിൽ നമ്മുടെ ക്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ കുഴയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇപ്പം നമ്മുടെ ക്ലേ മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് നീട്ടിയിട്ടോ ചുരുക്കിയിട്ടും ബെൻഡ് ചെയ്തിട്ടും റോൾ ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലേ ഇങ്ങനെ വേറിട്ടെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ക്ലേ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഈ ക്ലേ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സിപ്പ് ലോക്ക് ബാഗ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ സിപ്പ് ലോക്ക് ബാഗ് ഉണ്ടായിരുന്നില്ല. അതില്ലെങ്കിലും പ്രശ്നമില്ല. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ റാപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പുറത്ത് വയ്ക്കരുത്. എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ എന്നുള്ളതിന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. കുറച്ചധികം കാലം തന്നെ നമുക്ക് ഈ ക്ലേ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സൂപ്പർ എയർ ഡ്രൈ ക്ലേ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാനിനി ഈ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയ എൻ്റെ ഒരു ആർട്ട് വർക്ക്സും കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ലേ ഉപയോഗിക്കുമ്പോൾ സ്റ്റിക്കിനെസ് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ കയ്യിലൊന്ന്
തൂവിയതിന് ശേഷം ക്ലേ ഉപയോഗിച്ചാൽ ആ സ്റ്റിക്നെസ് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നമ്മളിതേപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഉള്ളിലേക്ക് അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ലെവലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മിനിയേച്ചർ പ്ലാന്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി ക്ലേ 2 ബോൾസ് ആക്കിയിട്ട് ക്ലേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ക്ലേ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് തിന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിനിങ്ങനെ ചെറിയ പീസുകളായിട്ട് നമ്മൾ കത്രി വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പെറ്റൽസ് പോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതായി കിട്ടും. അത് നമ്മളിങ്ങനെ നേരത്തെ വെച്ചിട്ടുള്ള ക്ലേയുടെ മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഏകദേശം ഒരു രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിന് ഇഷ്ടമുള്ള അക്രിലിക് കളറ് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് ടാൽക്കം പൗഡറിൽ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമുക്ക് ഓരോ കളറിലുള്ള ക്ലേയും കിട്ടും. അങ്ങനെ നമുക്ക് ആർട്ട് വർക്ക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ക്ലേ അതിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് അപ്പോഴേക്കപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല നമ്മൾ ഓൾറെഡി ഇങ്ങനെ ക്ലേ കളറ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാർ. നമ്മളെ പ്ലാന്റിന് യെല്ലോയും ഗ്രീനും കളർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പോട്ടിന് നമ്മളൊരു കോഫി കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മിനിയേച്ചർ പ്ലാന്റ് ഫൈനൽ ലുക്ക് കിടുവായിട്ട് കിട്ടിയിട്ട് നമുക്കിനി ഉണങ്ങാനായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ ചെറിയ പിള്ളേർക്ക് വരെ ചെയ്ത് നോക്കാം. നമുക്കിന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങൊന്നും ആവശ്യമില്ല. പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്